ദീപക് എന്ന് പറഞ്ഞ യുവാവ് മരിച്ചു. ബസ്സിലുണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണ്. ഒരുത്തി വന്നിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് പകർത്തി അതിന്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തു. ഇതിൽ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവൾക്ക് ഈ വീഡിയോ എടുത്ത സമയത്ത് എനിക്കൊന്ന് ഏകദേശം 9,000 സംതിങ് ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. ഇപ്പോൾ 11,500 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് അവൾ ആഗ്രഹിച്ചതും. റീച്ച് വേണമായിരുന്നു, അത് റീച്ച് കിട്ടി. ഇപ്പൊ അവളുടെ പേജ് പ്രൈവറ്റ് ആക്കി വെച്ചേക്കും. പക്ഷെ അവളുടെ ഒരു DP കാണുന്ന സമയത്ത് മനസ്സിലാവുന്ന ആകാശം സ്കൈ ഡൈവ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ചില പെണ്ണുങ്ങൾ, എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ പറയുന്നില്ല, ചില പെണ്ണുങ്ങൾക്ക് 18 വയസ്സും കൊണ്ട് തികയാൻ കാത്തിരിക്കുമായിരിക്കും. ഏതെങ്കിലും കണ്ണി കണ്ടൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. വീട്ടുകാർ ഒന്നും പറയുന്നത് അവിടെ ഭേദവാക്യമല്ല, അവരെ പട്ടി വില കൊടുത്തിട്ട് ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. കുറച്ചാൾ അങ്ങോട്ട് കഴിയുമ്പോൾ തമ്മി തല്ലിപ്പിരിഞ്ഞ് അവരെ വെറുപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങും. പിന്നെ ഇവളുമാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മാക്സിമം അവനേക്കാൾ മേളിൽ അങ്ങനെ എത്തണമെന്നുള്ള ജീവിതം കാണിക്കും. അങ്ങനെ സ്ത്രീ ആവാനായിട്ട്, സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇവളുമാർ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. ആകാശത്തും സ്കൈ ഡൈവ് ചെയ്യുക, കാലിൽ മറ്റേ കയറ് കെട്ടിക്കൊണ്ട് മേളിൽ ചാടുക, പിന്നെ ബൈക്കിൽ ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് പോവുക, അതുപോലെ മഞ്ഞുമലയിൽ പോയി മഞ്ഞുരുട്ടി മോതിക്കറി. ഇതൊക്കെയാണ് സ്ത്രീത്വത്തിന്റെ പരമാധികാരം, ഇല്ലെങ്കിൽ എന്തോ വലിയ നേടി എന്നുള്ളതൊക്കെ ചില പെണ്ണുങ്ങളുണ്ട്. എല്ലാ പെണ്ണുങ്ങളും ഇല്ല, സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ആണുങ്ങളെ തോപ്പിക്കാനായിട്ടും സ്വയം ഞാൻ എന്തോ വലുതാണ്, സ്ത്രീത്വം എന്തോ ഇതാണെന്ന് പറയുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്യൂട്ടികൾ മനസ്സിലാക്കണം, അതൊന്നും അല്ല സ്ത്രീത്വത്തിന്റെ പരമോന്നത, അല്ലെങ്കിൽ ധൈര്യത്തിന്റെ മുനമ്പെന്നൊന്നും അതൊന്നും അല്ല. കഴിയുന്ന പണിക്ക് പോയിട്ട് നല്ല മാർക്കറ്റിൽ പോയി മീൻ മേടിച്ച് വെട്ടി നല്ല ചട്ടിക്കകത്തിട്ട് കഴിവ് വൃത്തിയാക്കി സ്വന്തം മക്കൾക്ക് 3 നേരം വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന തള്ളമാരുണ്ട്. അങ്ങനെ തള്ളമാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കെട്ടിയവന്മാരൊന്നും കൊണ്ട് കൊടുത്തിട്ടൊന്നുമല്ല. വെള്ളവടിയും കാവുമായിട്ട് നടക്കുന്ന ആണുമായിരിക്കും വീട്ടില്. അവന്മാരൊന്നും കൊടുക്കാതിരുന്നിട്ടും ഈ പറയുന്നത് പോലെ സ്വന്തമായിട്ട് കുടുംബം പുലർത്തുന്ന, മക്കളെ നോക്കുന്ന തള്ളമാരുണ്ട്. അവരല്ലേ യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തിന്റെ ഉത്തമമായ ഉദാഹരണം. ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, പെണ്ണ് പെണ്ണാണ്, ആണാണ്, രണ്ടും 2 വർഗം തന്നെയാണ്. ആണാവാനും പെണ്ണാവാനും സ്വയം മാറി ചിന്തിക്കരുത്. ഇവിടെ ആണുങ്ങൾക്ക് ബലിഷ്ടമായിട്ട് ആരോഗ്യപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്ത് ഞാൻ ആണാവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ചില ക്യൂട്ടികളുണ്ട്. ആ ക്യൂട്ടികൾ ഇത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ക്യൂട്ടികളിൽ പെട്ട ഒരു ക്യൂട്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ അവിടെ വെച്ചൊന്നെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. അവരെ വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിലോ അവിടെ ബന്ധപ്പെട്ട ഇവിടെ ഏൽപ്പിക്കാം. ഇവളെന്തോ സൈക്കോളജിസ്റ്റോ മറ്റൊക്കെയാണ് ഈ പറയുന്ന പ്രൊഫൈൽ ഇട്ടേക്ക്. ഒരു സൈക്കോളജിസ്റ്റിന്റെ പണി എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൃത്യമായി സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിനപ്പുറത്തേക്ക് ഒരു ജീവൻ എടുക്കാനായിട്ട്, ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ടാണോ ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ക്യൂട്ടി ഈ പരിപാടിയൊക്കെ ചെയ്ത് കൂട്ടിയത്? ഇതിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അറസ്റ്റ് ഉണ്ടാവും. 14 ദിവസം റിമാൻഡ് കഴിയും, പുറത്തു വിടും, ഒന്നും ആകാൻ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ, സ്ത്രീയാണ് ഇങ്ങനെ പോയി ചെയ്തിരുന്നെങ്കിൽ പുരുഷനെ അപ്പം തന്നെ അറസ്റ്റ്, ആജീവനാന്തം അകത്ത്, ജാമ്യം പോലും കിട്ടാതെ 90 ദിവസം, പിന്നെ കൊണ്ടുവരുന്നു, ശിക്ഷ, ജീവപര്യന്തം, എല്ലാം ചിലപ്പം കയറും വരും. ഇതിനെ ചിലര് സവാദുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. മറ്റൊരു ക്യൂട്ടി ഉണ്ടായിരുന്നല്ലോ, ആ സവാദുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് അവൻ വെരിഫൈഡ് വിവരക്കേടാണ്. അവൻ വെരിഫൈഡ് സിബ് തുറപ്പുകാരൻ. അവനെ ഒന്നും ഇതിലാണ്ട് കമ്പയർ ചെയ്യരുത്. ഈ പറയുന്ന മനുഷ്യൻ ഒരിക്കലും സ്വയം ജീവൻ ഇല്ലാതാക്കാൻ പാടില്ലായിരുന്നു. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും തരണം ചെയ്യുക. കാരണം എന്താ വെച്ചാലേ, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇങ്ങനത്തെ ക്യൂട്ടികളാണെങ്കിൽ നമ്മുടെ ജീവൻ ഇല്ലാതാവുന്നതിലൂടെ അവളുമാർക്ക് സന്തോഷം ഉണ്ടാവത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ അവളുമാർ വിജയിക്കത്തേ ഉള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കരുത് ഒരിക്കലും. ദയവ് ചെയ്തിട്ട് ജീവിച്ച് കാണിക്കുക. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.